1500ഓളം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത്രയും കുട്ടികൾക്കും അതുപോലെ തന്നെ വിധികർത്താക്കൾക്ക്, പോലീസ് ഓഫീസേഴ്സ്, മറ്റ് ഒഫീഷ്യൽസിന് എല്ലാവർക്കും കൂടി ആകെ 6000ഓളം പേർക്കുള്ള ഭക്ഷണം വിഭവങ്ങളാണ് നാം ഈ കലവറയിൽ ഒരുക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കലോത്സവത്തിൽ സാറ് പറഞ്ഞതുപോലെ ഏകദേശം 6000ഓളം പേര് ഭക്ഷണം കഴിക്കാനായിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് ഇങ്ങനെ ഫുഡ് നൽകുന്നതിലൊക്കെ. എന്നിരുന്നാൽ കൂടിയും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഭക്ഷണം നൽകുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ മട്ടാഞ്ചേരി ഉപജില്ലയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ജനപ്രതിനിധികൾ നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സാറ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നമ്മുടെ ഒരു അഞ്ച് സാറ് നമ്മളെ ഒരുപാട് ഇത്തരത്തിൽ ഫുഡിൻ്റെ ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല മികച്ച രീതിയിൽ ഭക്ഷണം നൽകാൻ സാധിക്കട്ടെ. കൊടുക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു ഊട്ടുപരയുടെ തുടക്കമാണ് കുറിക്കുന്നത്. അതായത് നല്ല രീതിയിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കട്ടെ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിൽ കുട്ടികൾ ഇവിടെ വന്ന് 4500-5000 കുട്ടികളോട് ഇവിടെ വന്ന് ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തുടക്കത്തോടു കൂടി ഇത് വൻപിച്ച വിജയമായി തീരട്ടെ. ഇതൊരു വരുന്ന കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ കരുതി വെക്കാനുള്ള ഒരു പൊന്തൂലായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തും. കളിക്ക്
കുട്ടികൾക്ക് വേദി അവതരിപ്പിക്കുവാൻ കഴിയട്ടെ. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി വിജയപ്രദമാക്കി തീർക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം, അതിലൂടെ നമ്മളുടെ പരിപാടി വിജയപ്രദത്തിൽ എത്തിക്കുവാൻ വേണ്ട നടപടികൾ നീക്കങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ആ കാശിക്ക് പോണ അപ്പൂപ്പനല്ലേ ഫാലിന് സിനിമ, ആ അപ്പൂപ്പനാണ് ഈ അപ്പൂപ്പൻ. സാധാരണ ചെറിയ പ്രായത്തിലൊക്കെയാണ് ആളുകൾ സിനിമാ രംഗത്തേക്കൊക്കെ വരുന്നത്. ഞാനെൻ്റെ 70-ാം കാലത്തിലാണ് സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. എന്താണ്? നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് നാം ഉത്കണ്ഠപ്പെടണ്ട. നമുക്കുള്ളതാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് 70-ാം വയസ്സിൽ സിനിമയിൽ വരാറുള്ളത്, അല്ലേ? ആ സിനിമയിൽ നിന്നും ഇപ്പോൾ 10 സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 16-ാം തീയതി മുതൽ അടുത്ത സിനിമയിലേക്ക് പോവുകയാണ്. നമ്മുടെ സൗദിൻ്റെ കൂടെ അജസുന്ദരി എന്ന പടത്തിലേക്ക്, കുറ്റിയാടിയിലേക്ക്. 22-ാം തീയതി മുതൽ ടോവിനോ തോമസും ബേസിൽ ജോസഫൊക്കെ ഉള്ള സിനിമയിലേക്ക് ജോയിൻ ചെയ്ത് അങ്ങനെ സിനിമയിലേക്ക് എൻ്റെ ഒരു അവസരങ്ങൾ വരികയാണ്. കലയുടെ വിവിധ പ്രകടനങ്ങൾ ഇവിടെ നടത്തുന്നത് നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു 11ഓളം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് വിവിധ കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത്. അക്കാദമിക മികവിനോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വിവിധ മേളകൾ, ശാസ്ത്രമേളയും അതുപോലെ കായികമേളയും കലാമേളയും എല്ലാം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഈ കലോത്സവത്തിൻ്റെ വേദിയിൽ ഇന്ന് അതിമനോഹരമായ ബാൻഡ് മേളം അവതരിപ്പിച്ചുകൊണ്ട് പള്ളുരുത്തി സെയിൻറ്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അനേകം വർഷങ്ങളായി ഈ ഒരു മത്സരത്തിന് പങ്കെടുക്കുവാനായി മറ്റ് ടീമുകളൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം തോപ്പുംപടി അവർ ലേഡീസ് കൂടെ ഇവരോടൊപ്പം മാറ്റുരക്കുവാനുണ്ടായിരുന്നു. വിജയികളായവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ വിജയികളുടെ പെർഫോമൻസ് നമുക്ക് നേരിട്ട് കാണാം.
നമസ്കാരം, ഞാൻ പാർവതി ബി. എഡ്വേർഡ് മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഹയർ സെക്കൻഡറി തല അക്ഷരശ്ലോക മത്സരത്തിൽ 1ാം സ്ഥാനം എനിക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പഞ്ചസാര കദളിപ്പഴങ്കുളം നെഞ്ചസാരമലിയും മിഠായിയും 5 സേരവിലുമപ്പവും തരാം കൊഞ്ചിവാ കൊതിയ കുഞ്ചരാനന അന്നഗാമിനി നദാംഗി ഭുല്ല നളിനായതാക്ഷി നഖരാട്സുതേ കുന്നിനൊത്ത കുജ കുംഭവാഹിനി കുമാരധാത്രി കുലദേവതേ പന്നഗാഭരണ പാണി പത്മ പരിലാളിതേ ലളിത ശോഭിതേ മഞ്ഞിലിന്നു മമ മാലകന്നു വരുവാൻ കൊതിച്ചു മമ ചെയ്വിതേ. മത്സരത്തിൽ ഞാനും വേറൊരു ഓപ്പണൻറ്റ് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മത്സരം നല്ല കടുപ്പമായിരുന്നു. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അക്ഷരശ്ലോകങ്ങൾ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ പലർക്കും ഈ സംശയം വരെ ഉണ്ടായി, അക്ഷരങ്ങൾ ഏതൊക്കെ ആയിരിക്കണം എന്നുള്ള സംശയം. പിന്നെ ആലോചിക്കാനായിട്ട് 10 സെക്കൻഡിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം സ്കൂളിൽ നിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സഹായിച്ചത് ഒന്ന് ഞങ്ങളുടെ സ്കൂൾ ലീഡറായിട്ടുള്ള ഫർഹാന ടി ബിയുടെ പരിചയത്തിലുള്ള ഒരു ഗായത്രി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ചേച്ചിയായിരുന്നു ഇതിനു വേണ്ടി ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നത്. പിന്നെ ടീച്ചേഴ്സ് പ്രജീത മിസ്സും അന്ന മിസ്സും ഞങ്ങളുടെ HM സന്ധ്യ മാമും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസിന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.